അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രദറിന് ഒരു സർപ്രൈസ് കൊടുക്കുന്ന വീഡിയോ ആയിരുന്നു കേട്ടോ. വലിയ സർപ്രൈസ് ഒന്നുമല്ല, ചെറിയൊരു സർപ്രൈസും. അപ്പോൾ ബ്രദറിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ, ജൂൺ 30. അപ്പം അത് മൺഡേ ആയിരുന്നു. അപ്പം മൺഡേ എല്ലാ ബർത്ത്ഡേക്കൊന്നും അങ്ങനെ സെലിബ്രേഷനും കാര്യങ്ങളൊന്നുമില്ല. മൺഡേ ഒക്കെ ലീവ് ആയതുകൊണ്ടും പിള്ളേരും ലീവ് ആയതുകൊണ്ടും എന്നാലും സർപ്രൈസ് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഇറങ്ങിയതാണ് കേട്ടോ. അപ്പം ഞങ്ങൾ അജുമാനിലാണ് സ്റ്റേ ഉള്ളത്, അവൻ ദുബൈയിലാണ് കേട്ടോ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അജുമാൻ തന്നെ കേക്ക് വാങ്ങിച്ചില്ല ഞങ്ങൾ, കാരണം ചൂടൊക്കെ അല്ലേ, കേടുവന്ന് പോയാലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ദുബായി പോയിട്ടാണ് കേട്ടോ കേക്ക് വാങ്ങിച്ചത്. അപ്പോൾ ഷോപ്പിൽ നിന്ന് ഉള്ള വീഡിയോസും അതേപോലെ വാങ്ങിയിട്ട് ഇറങ്ങി പോണ വീഡിയോ ഒക്കെ എടുത്തു ഞാൻ. പക്ഷേ കേക്കിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ പിന്നെ അവിടെ എത്തിയപ്പോൾ കാറിൻ്റെ മുന്നിൽ വെച്ചിട്ട് വീഡിയോ ഒന്ന് ചെറുതായിട്ട് എടുത്തതാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ ഷോപ്പിലേക്ക് പോവുകയാണ്. അപ്പോൾ അവൻ്റെ മുന്നത്തെ ഷോപ്പ് എന്ന് പറഞ്ഞാൽ അവർ തന്നെ 2-3 ബ്രാഞ്ച് ഉണ്ട്, കമ്പ്യൂട്ടർ ഷോപ്പാണ് ഗെയിമിൻ്റെ. അപ്പോൾ അവൻ്റെ 2-3 ബ്രാഞ്ചുള്ള കാരണം കൊണ്ട് തന്നെ ഒരു ബ്രാഞ്ചിലേക്ക് ഞാൻ പോയിട്ടുള്ളൂ കേട്ടോ, ബാക്കിയുള്ളത് അറിയില്ല എനിക്ക്. അപ്പോൾ അവനിപ്പോൾ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഷോപ്പൊന്ന് മാറിയിരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ താഴത്തുള്ള ഷോപ്പിൽ പോയിട്ട് അന്വേഷിക്കുകയായിരുന്നു കേട്ടോ ഏത് ബ്രാഞ്ചിലാണ് ഇപ്പോൾ ഉള്ളതെന്ന്. അപ്പം മേലെ തന്നെ പുതിയ ന്യൂ ആയിട്ടൊന്ന് വന്നിട്ടുണ്ട്, അതിലാണെന്ന് പറഞ്ഞിട്ട്. അപ്പം ഞങ്ങൾ എസ്കലേറ്ററൊക്കെ കയറിയിട്ട് മേലെ പോവാണ്. മേലെ പോയിട്ട് ഞാനിങ്ങനെ വണ്ടറടിച്ചിട്ടാണ് ഇങ്ങനെ പോണത്. ഇനിയിപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായിരിക്കും, സർപ്രൈസ്ഡ് ആവുമോ എങ്ങനെയാണെന്നുള്ളൊരു ഇതിട്ടാ. പിന്നെ അതുമാത്രമല്ല കസ്റ്റമേഴ്സ് ഉണ്ടാവുമോ, എങ്ങനെ ആളവിടെ ഉണ്ടോ എങ്ങനെയാണെന്ന് അറിയില്ല. നമ്മൾ വിളിച്ച് ചോദിക്കുക കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല, സർപ്രൈസ് ആണല്ലോ. അപ്പം നമ്മൾ അതും കാരണം കൊണ്ട് ഇങ്ങനെ വണ്ടറടിച്ചിട്ട് എന്താവും എന്നുള്ളതിൽ ഒരു എക്സൈറ്റ്മെൻറ്റിൽ ഇങ്ങനെ പോവുകയാണ് കേട്ടോ. അങ്ങനെ പോയി നമ്മൾ വിചാരിച്ച പോലെ തന്നെ അവിടെ ചെന്നപ്പോൾ കസ്റ്റമേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം വിചാരിച്ചു കസ്റ്റമേഴ്സ് ഉണ്ടല്ലോ, നമ്മുടെ കസ്റ്റമേഴ്സ് അങ്ങോട്ട് പോട്ടെ, എന്നിട്ട് നമുക്ക് അങ്ങോട്ട് മുന്നിലേക്ക് പോകാമെന്ന് വിചാരിച്ചിട്ടോ. കാരണം ഞങ്ങൾ അങ്ങോട്ട് എത്തിയോടനെ അവൻ കണ്ടില്ലായിരുന്നു, അവൻ ബിസിയായ കാരണം തന്നെ കണ്ടില്ലായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് മാറി നിന്നിട്ട് പിന്നെ കയറി പോകാമെന്ന് വിചാരിച്ചു. നോക്കുമ്പോൾ ഞാൻ മാറി പിള്ളേരൊക്കെ മാറുമ്പോഴത്തേനും പിള്ളേരിൽ ഒരാളിനെ കണ്ടുട്ടാവൻ. അപ്പം പിന്നെ മാറി നിൽക്കുന്നത് ശരിയല്ലല്ലോ വിചാരിച്ചിട്ട് മാറി നിന്നോടത്തുനിന്ന് പിന്നെ ഞാൻ രണ്ടാമത് പിന്നെ കസ്റ്റമേഴ്സ് പോകണ്ടെന്ന് വിചാരിച്ചിട്ട് കുഴപ്പമില്ല കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ റിട്ടേൺ അവൻ്റെ ഷോപ്പിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടോ. അപ്പോൾ കേക്ക് ആദ്യം കണ്ടിട്ടുണ്ടായിരുന്നില്ല, അവൻ പിള്ളേരെ മാത്രമേ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞാൻ കയറി പോകുമ്പോഴാണ് അവൻ കേക്ക് കാണും. അവൻ കണ്ടപ്പോൾ തന്നെ ആകെ വണ്ടറടിച്ചു, ശരിക്കും സർപ്രൈസ്ഡ് ആയി. പിന്നെ കസ്റ്റമേഴ്സ് ഉള്ള കാരണം എന്താ ചെയ്യേണ്ടതെന്ന് അവനറിയാതെ അതാണ് കേട്ടോ ചിരിച്ച് നിൽക്കുന്നത്. പിന്നെ കസ്റ്റമേഴ്സൊക്കെ പോയിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്തിട്ട് പിന്നെയാണ് കേട്ടോ കേക്ക് കട്ട് ചെയ്ത്. ചെറിയൊരു സന്തോഷത്തിന് ചെറുതായിട്ടൊന്ന് കേക്കൊക്കെ കട്ട് ചെയ്തു, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്നും കൊടുത്ത് അങ്ങനെ കേട്ടോ. ഇത് താത്താടെ മരുമകനാണ് കേട്ടോ, അവനും ഉണ്ടായിരുന്നു കേട്ടോ കൂടെ. അപ്പം അങ്ങനെ കേക്കൊക്കെ കഴിച്ച് പിന്നെ അധികം നേരം അവിടെ നിന്നില്ല, കാരണം പിറ്റത്തെ ദിവസം സ്കൂളുണ്ട്, ഇനിയും ലീവാക്കണ പറ്റില്ലല്ലോ. അപ്പോൾ ഓഫീസും ഉണ്ട് സ്കൂളും ഉണ്ട്. അപ്പം അത് കാരണം കൊണ്ട് വേഗം അങ്ങോട്ട് പോന്നു കേട്ടോ. പിന്നെ വരുന്ന വഴിക്കുള്ള വീഡിയോ സത്യം പറഞ്ഞാൽ എടുക്കാൻ മറന്നുപോയി, കാരണം ലേറ്റ് ആയാലോ, ഇനിയിപ്പോൾ നാളെ സ്കൂളില്ലേ എന്നുള്ളൊരു ടെൻഷൻ കൊണ്ട് ഞാൻ എടുത്തില്ല കേട്ടോ. പിന്നെ കഴിഞ്ഞ വീക്ക് സിൽക്ക് ഒയാസിസിൽ പോയ വീഡിയോസാണ് കേട്ടോ. അതെനിക്കിത് നല്ല നൈറ്റ് വൈബ് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ബിൽഡിങ്സൊക്കെ അടിപൊളിയാണല്ലോ സിൽക്ക് ഒയാസിസിലെ. അപ്പോൾ അവിടുത്തെ ലൈറ്റും കാര്യങ്ങളും ഒക്കെ ഞാനൊന്നൊരു വീഡിയോ മുന്നേ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടത്. അപ്പോൾ അതും കൂടി ഇതിൽ ആഡ് ചെയ്യണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു വെച്ചെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യുകയൊക്കെ വേണം കേട്ടോ. ഇതേപോലത്തെ വീഡിയോ ആണോ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് വെച്ചെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ഇട്ടിട്ട് ഒന്ന് പറയണേ കേട്ടോ. ഞാനിങ്ങനെ വോയിസ് ഓവർ കൊടുത്ത് ഇങ്ങനത്തെ വീഡിയോ ഇട്ടിട്ടില്ല, ഇതൊരു കുക്കിംഗ് വീഡിയോ ആണ് ഇട്ടേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പറയണേ. താങ്ക് യു.